ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലുള്ള നഗരവനം എന്ന ന്യൂ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്, സ്കൂട്ടിയിലാണ് വന്നത്. ഹലോ ഗായ്സ്, ഇവളുടെ വണ്ടിയിൽ ഒരു മേക്കപ്പ് ബോക്സ് തന്നെ സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ആദ്യമായിട്ട് കാണുന്ന സ്ഥലത്ത് പോയി അന്തം വിട്ട് ചുറ്റും നോക്കണ സ്വഭാവം എനിക്ക് പണ്ടേ ഉള്ളതായതുകൊണ്ട് ഞാൻ ചുറ്റും ഇങ്ങനെ നോക്കി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ഒരു നഗരവനം വരുന്നത് കേട്ടോ. നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോയി. ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകുന്ന ആ ഒരു വഴിയൊക്കെ നൈസാണ്. അതുപോലെ തന്നെ ഓരോ മരത്തിലും വിശേഷപ്പെട്ട പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തായിട്ട് പിന്നെ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പാടില്ല, അങ്ങനെ വാണിങ്ങും കാര്യങ്ങളും. പിന്നെ ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് വലിച്ചെറിയാനോ അങ്ങനെയൊന്നും പാടില്ല. ഈ ഒരു ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വല്ലാണ്ട് ഉള്ളിലോട്ടോ അങ്ങനെയൊന്നുമല്ല, ഇത് ടൗൺ ഏരിയയിൽ തന്നെയാണ്. എല്ലാവരും അതിലൂടെ കാഴ്ചകൾ കണ്ട് നടന്ന് നീങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളിങ്ങനെ ഓരോ മുക്കിലും മൂലയിലും ഇരുന്ന് ഓരോ മരത്തിൻ്റെ ഇടയിലും ഇരുന്ന് ഫോട്ടോ എടുക്കലാണ് മെയിൻ പരിപാടി. മൊത്തം കാടാണ് കാണാൻ. അപ്പം ഇതാ നമ്മൾ 2 പേരാണുള്ളത്. ഫ്രണ്ടാണ്, ഞങ്ങൾ രണ്ടാളും കൂടിയാണ് വന്നേ. ഇവിടെ വന്ന് നോക്കുമ്പോൾ അധികം കപ്പിൾസൊക്കെയാണ് ഇവിടെ വരിക. ഒരു ഹിഡൻ പ്ലേസ് ആണ്. എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട ഒരു പ്ലേസാണ് നമ്മുടെ വയനാട്ടിലെ നഗരവനം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇവിടെ മെയിനായിട്ട് കാട് തന്നെയാണ് കാണാനുള്ളത്, അല്ലാണ്ട് പ്രത്യേകിച്ച് മൃഗങ്ങളെയൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി കാണുമായിരിക്കും. ഞങ്ങളിപ്പോൾ എൻട്രിയിൽ തുടങ്ങിയതേ ഉള്ളൂ. ഇനിയും ഞങ്ങൾക്ക് അങ്ങോട്ട് കുറേ പോകണം. ഇവിടെ കുറേ പൂച്ചെടിയും എന്തൊക്കെയോ ഔഷധ സസ്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ ബോർഡിലൊക്കെ, ഈ ടൗൺ ഏരിയയിലുള്ള നഗരവനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോർഡിലൊക്കെ എഴുതി വെച്ചത് നമുക്ക് കാണാൻ പറ്റും. ഇവളെ കൂടെ നടന്ന് ഞാൻ ചിരിച്ച് ചാവും ഗൈസ്. ഇത് ഇവിടെ എൻഡിൽ അവസാനിക്കുമ്പോഴേക്കും. അതുമാത്രമല്ല, എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ എൻ്റെ എല്ലാ ചെലവും വഹിക്കുന്നത് ഈ ഒരു സുന്ദരിയും സൽസ്വഭാവിയുമായിട്ടുള്ള ഈ ഒരു പ്രധാന വ്യക്തിത്വമാണ്. എൻ്റെ ഈ ഒരു മുടി ഉണ്ടല്ലോ, വളരെ നല്ല മുടി ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഇവരെല്ലാം അതിൻ്റെ പൊക്കത്തുനിന്ന് ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് അതിൻ്റെ പൊക്കത്തോട്ട് കയറാൻ. അതിൻ്റെ മേലെ മിനിമം 3 പേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്ന് ആ ബോർഡിൽ അവിടെ എഴുതി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് കയറാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഇല്ല, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. എന്നാലും അവൾ പറയാണ് ഞാൻ കയറണില്ല, ഞാൻ മുന്നേ വന്നപ്പോൾ കയറിയതാണ്, ഇനി കയറണില്ല എന്ന്. അപ്പം ഞാൻ എന്തായാലും കയറി നോക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ കയറുവാണ് മേലോട്ട്. ഇതിന്റെ പേരെന്തടി? എന്റെ പേര് ഏറുമാടം. പോട്ടെ പോട്ടെ പോട്ടെ. നീ തന്നില്ലേ? ഇല്ല, ഞാൻ വരണോ? എന്നാ പോട്ടെ. മേലോട്ട് കയറാൻ പേടിയുണ്ടെങ്കിലും കയറാതെ പോകാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ കയറുവാണ് മേലോട്ട്. ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നിട്ടുള്ളതാണ്. ആ ഒരു പരിചയത്തിലാണ് നമ്മൾ വന്നത്. അവൾ വന്ന ടൈമിന് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ഉണ്ടായിരുന്നില്ല. 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഞാനില്ലേ, എനിക്ക് പേടിയാവുന്നു. ഞാനില്ല, നീ വയ്ക്കാം. പിന്നെ അവൾക്ക് പേടിയാണ് ഗൈസ്. ഇതാണ് എന്തടി ഏറുമാടം. ഇതാണ് നമ്മുടെ പിന്നെ വയനാട്ടിൽ ഏറുമാടം എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതെന്താ ഈ ഒരു വീടിനെ പറയാന്നറിയില്ല. പുലീനൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഗൈസ്, അതുകൊണ്ട് നിങ്ങൾ ഈ പുലിക്കുട്ടനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതാ കണ്ണൊക്കെ കണ്ടില്ലേ, ഇതാ ഭയങ്കര. എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറേ നേരമായി ഇവിടെ ഇരുന്ന് റീൽസ് തപ്പിക്കൊണ്ടിരിക്കുന്നു. വീഡിയോസ് ഒന്നും ഇഷ്ടമാവുന്നില്ല. ഞങ്ങൾ ഈ റീൽസ് നോക്കി നോക്കി വൈകുന്നേരം ആവുന്നത് വരെ ഇവിടെ നിൽക്കുന്നതാണ് തോന്നുന്നത്. ആളെവിടെ കിട്ടിയടി? ഏതാ? നിനക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഞാൻ കാണിക്കാം. ഞങ്ങൾ ഏറെക്കുറെ ഇവിടെ ചുറ്റിക്കറങ്ങി കണ്ടു കഴിഞ്ഞു.
ഇനി നമ്മൾ നേരെ തിരിച്ചു പോവാണ്. പറഞ്ഞ പോലെ കാണാൻ മാത്രം അങ്ങനെ ഇല്ല, കുറേ കാടും മേടും ഒക്കെ ഉണ്ട്, അത്ര തന്നെ. കഴിഞ്ഞിട്ടില്ല ഗൈസ്, ഇനിയും അങ്ങോട്ട് ഉള്ളിലോട്ടുണ്ട് കുറച്ചുകൂടെ. അവസാനിച്ചെന്ന് കരുതിയ ഞങ്ങൾ ഈ നഗരവനത്തിലൂടെയുള്ള നടത്തം തുടർന്നു കൊണ്ടുപോവുകയാണ്. പ്രവേശനമില്ല, മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ പ്രവേശിക്കുന്നത് ഫുള്ളും പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളിലാണ്. ഇവിടെ ഒരു സർപ്പം ഉണ്ടെന്നാണ് ഇവള് പറയുന്നത്. ഇവിടെ ഒരു പാമ്പുണ്ടെന്നാണ് ഇവള് പറയുന്നത്. അതിനെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് നമ്മളിപ്പോ പോകുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ ഒന്ന് പേടിയാവും കേട്ടോ. ശരിക്കും പാമ്പ് ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ നിൽക്കണ പോലെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ വാട്ടർഫാൾസിന്റെ കാഴ്ചകൾ കണ്ട് തിരിച്ച് നമ്മൾ അവിടെ ഞാനൊരു പുലിനെ കാണിച്ചു കൊടുത്തു, പിന്നെ പാമ്പിനെയും കാണിച്ചു കൊടുത്തു. ബേക്കിലിടിക്കോ? ഏയ് അത്രക്കൊന്നുമില്ല. ഫൈനലി നമ്മൾ ഇതിന്റെ എൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇത് പണി തുടങ്ങിയതേ ഉള്ളൂ. ഈ ഗുഹയുടെ ഇവിടെ പെയിന്റിംഗ് ഒക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ. അങ്ങനെ നേരെ നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ സിനിമയ്ക്ക് പോകണം. മാർക്കോ കാണാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനു മുന്നേ നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പം ഫുഡ് കഴിക്കണമല്ലോ, അതിന് സ്പെഷ്യലായിട്ട് ഒരു സ്ഥലമാണ് ഇത്. തറവാട്ടിൽ ഊണെന്നാണ് ഇവിടെ ബോർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ നല്ല തിരക്കായിരുന്നു. വീട് പോലെയാണ് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല തിരക്ക്. അങ്ങനെ നമ്മൾ പുറത്ത് ഇരിക്കാമെന്ന് വെച്ച്. പുറത്ത് അങ്ങനെ ആരുമില്ല, അപ്പോൾ സമാധാനത്തിലിരുന്ന് കഴിക്കാമല്ലോ. ഞങ്ങൾ പുറത്തിരുന്നു. ഇവിടെ നല്ല ഫുഡ് കിട്ടും, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ അവിടെ ഒന്നും ആരും ഇല്ലല്ലോ. പിന്നെ ഇങ്ങോട്ട് നിറച്ചും ആൾക്കാർ പെട്ടെന്ന് വന്നിരിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. അങ്ങനെ നേരെ നമ്മൾ പോയത് സിനിമയ്ക്കാണ്. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും വേറെ ലെവൽ, സ്ക്രീനിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ഭീകരമായിരുന്നു സീനൊക്കെ. പിന്നെ ഞാൻ വണ്ടി ഇറങ്ങിയിട്ട് നടന്നു പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. എന്താ വെച്ചാൽ രണ്ട് സൈഡിനും എല്ലാ വീട്ടിലും നിറച്ചും ക്രിസ്മസ് ട്രീയും പിന്നെ നക്ഷത്രവും ഒക്കെ ആയിട്ട് ഭയങ്കര കളർഫുൾ, നല്ല ലൈറ്റും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അതിലിങ്ങനെ നടന്നു പോകാൻ തന്നെ. പള്ളിയിലൊക്കെ ആകെ ശാന്തമായിട്ട്, അങ്ങനെ ആരുമില്ല. കവാടമൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കുന്നുണ്ട്. വലിയ നക്ഷത്രമുണ്ട്, കാണാൻ തന്നെ മൊത്തത്തിൽ നല്ലൊരു ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ നടന്ന് പോവാണ് ഗൈസ് വീട്ടിലേക്ക്. പിന്നെ സിപ്പപ്പും കുടിച്ച് നടക്കൽ എനിക്കൊരു ശീലമായി. തണുപ്പത്ത് നല്ല തണുത്ത സിപ്പപ്പ്, അന്തസ്.